പണ്ട് ഈ കോവിഡിന് മുന്നേ ഏട്ടൻ ഒരു ദിവസം വർക്കില്ലെങ്കിൽ ഞാനും വേറെ ഏട്ടനും കൂടി ഞങ്ങൾക്കൊരു സ്കൂട്ടി പെപ്റ്റ് ഉണ്ടായിരുന്നേ. അതിലാണ് യാത്ര. വൈകുന്നേരം ആകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകും. അതും ഈ സ്കൂട്ടി പെപ്റ്റിലേ പോകത്തുള്ളൂ. കാരണം കാറും എടുത്തുകൊണ്ട് പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഇപ്പോഴായാലും എപ്പോഴായാലും സ്കൂട്ടറിൽ തന്നെയാണ് പോകാൻ കൂടുതൽ ഇഷ്ടം. നമുക്ക് പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ വേദ വലുതായതുകൊണ്ട് സ്കൂട്ടറിൽ 3 പേര് പോക്ക് പ്രാക്ടിക്കലല്ല. ഇപ്പോൾ എവിടെ പോയാലും 3 പേരുമാണ് പോകുന്നതെങ്കിൽ നമ്മൾ കാറിലാട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് ഇറങ്ങും കേട്ടോ. എന്നിട്ട് ചുമ്മാ കടകൾ കയറി ഇറങ്ങും. ഗോൾഡ് ഷോപ്പ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെയൊക്കെയുള്ള കടകൾ കയറി ഇറങ്ങും. ചുമ്മാ സാധനമൊന്നും വാങ്ങാനായിരിക്കില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാങ്ങും. ചുമ്മാ ഇങ്ങനെ അന്ന് ഈ ലുലു മോളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വേദയ്ക്കും ട്യൂഷൻ സ്കൂള് മാത്രമൊക്കെ അല്ലേ ഉള്ളൂ. ട്യൂഷൻ അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണം അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ചുമ്മാ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഇറങ്ങും. അപ്പോൾ ഈ ലുലു മോളോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ജോസ്കോ, ഭീമ അവിടെയൊക്കെ ചെന്ന് ഓരോ മാല കമ്മലൊക്കെ ഇങ്ങനെ നോക്കി വയ്ക്കും. ഈ നോക്കുന്നതിനൊന്നും കാശ് കൊടുക്കണ്ടല്ലോ. അന്ന് അധികം തീറ്റയൊന്നുമില്ല. KFCയിൽ മാത്രം കയറും കഴിക്കും. അതുപോലെ ഇത്രയും ഫുഡ് സ്പോട്ടുകളും ട്രിവാൻഡ്രത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഫുഡ് സ്പോട്ടുകളേ ഉള്ളൂ. എല്ലാം നമ്മൾ കഴിക്കാനും തോന്നും. പിന്നെ മെയിനായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ബിഗ് ബസാർ ആട്ടോ. എൻ്റെ അറിവിൽ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് എസ്കലേറ്റർ ഉള്ള ഒരു ഷോപ്പിംഗ് മോൾ വരുന്നത് ബിഗ് ബസാറിലാണ്. സോറി, ഇപ്പോൾ അതൊരു സ്മാർട്ട് ബസാറാണ്. അന്ന് ബിഗ് ബസാറായിരുന്നു കേട്ടോ. ഇവിടെയും വരും. ഇവിടെ ഓരോ ഫ്ലോറിലും ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എന്നും മിക്കവാറും വന്ന് മസ്റ്റായിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുക. അത് കഴിഞ്ഞിട്ടാണ് ഈ പോത്തീസും ഒക്കെ വരുന്നതും ലുലു ഒക്കെ വരുന്നതും. ഇപ്പോഴും ആ ഒരു ശീലം ഇഷ്ടമാണ്. എങ്കിൽ ആ കോവിഡ് വന്നതോടുകൂടി എല്ലാം മാറി മറിഞ്ഞു. പിന്നെ കുറച്ച് നാളങ്ങ് വീട്ടിൽ നമ്മൾ അടച്ച് പൂട്ടിയിരിക്കുകയല്ലായിരുന്നോ. അപ്പോൾ ആ ശീലങ്ങളും അങ്ങ് പതിയെ മാറി തുടങ്ങി കേട്ടോ. എങ്കിലും ഇതുപോലെ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല. ഷോപ്പിങ്ങിന് പോകാറുണ്ട്, സാധനങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷേ ഈ കടകളിൽ വെറുതെ കയറി ഓരോ സാധനങ്ങൾ നോക്കൽ പരിപാടി നിർത്തി കേട്ടോ. അതിപ്പോൾ വലിയ രീതിയിലില്ല. കാരണം ഇപ്പോൾ ലുലു മോളൊക്കെ ഉണ്ട്. ലുലുവിലൊക്കെ പോയാലും ഏതെങ്കിലുമൊക്കെ കടകളിൽ കയറി ഇങ്ങനെ നോക്കി വച്ചിട്ടൊക്കെ വരും. എപ്പോഴെങ്കിലും കാശ് കിട്ടുമ്പോൾ വാങ്ങും, അത്ര തന്നെ. എനിക്ക് ഈ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാശ് കിട്ടുമ്പോൾ വാങ്ങണം അങ്ങനെ ഒരു ചിന്താഗതിയൊന്നുമില്ല. പക്ഷേ ഏട്ടൻ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഒരു സാധനം മനസ്സിൽ കണ്ടാൽ അത് പിറ്റേ ദിവസം, അന്ന് ഏട്ടൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ അത് പിറ്റേ ദിവസം എങ്ങനെയായാലും ഏട്ടൻ്റെ കയ്യിൽ ആ സാധനം വന്നിരിക്കും. അതൊരു ശീലമാണ്. പക്ഷേ ഏട്ടൻ്റെ കൂടി ഞാനും ഇപ്പം അങ്ങനെയൊക്കെ ആയി കേട്ടോ. ഒരു സാധനം മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ ഏട്ടൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ബ്രാൻഡഡ് ആയിരിക്കും. എനിക്കും അതുപോലെ ബ്രാൻഡഡൊക്കെ ഇഷ്ടമായി തുടങ്ങി. ഞാനും പതിയെ പതിയെ ബ്രാൻഡഡിലൊക്കെ കയറി കേട്ടോ. എന്ന് പറഞ്ഞ് ഞാൻ ഇടുന്ന ഡ്രസ്സൊന്നും വാങ്ങത്തില്ല. പിന്നെ ചില അത്യാവശ്യ സാധനങ്ങളൊക്കെ ബ്രാൻഡഡ്. ഡ്രസ്സും കൂടി നമ്മൾ ബ്രാൻഡഡ് ആക്കിയാലേ നമ്മുടെ കൈ പൊള്ളും, കയ്യിൽ നിൽക്കത്തില്ല. ഏട്ടൻ ജീൻസും ഒക്കെ ബെനറ്റൻ്റെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഭയങ്കര സംഭവം എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഏട്ടൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ പക്ഷേ അങ്ങനെയല്ല കേട്ടോ.